ഹായ്, എനിക്ക് നിങ്ങളെയും അറിയില്ല, നിങ്ങൾക്ക് എന്നെയും അറിയില്ല. സോ എൻ്റെ പേര് മുഹമ്മദ് നസീം. ഞാൻ ഇങ്ങനെ ഒരു ചെറിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് കുറേ ആഗ്രഹിക്കണം. പറ്റാറില്ല. കാരണം ഞാൻ കുറച്ച് ഇൻട്രോവേർട്ടാണ് ഞാൻ. അപ്പോൾ അതിൻ്റെ കുറച്ച് നെർവസ്നെസ് ഒക്കെ ഉണ്ട് എനിക്ക്. അപ്പോൾ അതാണ് ഞാൻ മെയിനായിട്ട് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ എനിക്ക് എങ്ങനെ പറയേണ്ട, ആൾക്കാരടുത്ത് എങ്ങനെ പറയേണ്ടത്, ഭയങ്കര ഒരു കുറച്ച് ഷൈ ഉണ്ട് എനിക്ക്. അപ്പോൾ അത് കാരണമാണ് നമ്മൾ ഇത്രയും ഡിലേ ആയത്. അപ്പം സോറി, നമുക്കങ്ങനെ വലിയ സെറ്റപ്പും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റിലാണ് വെച്ചേക്കണം. ഓക്കെ, ഓക്കെ ഓക്കെ ഭയം, ഭക്തി, ബഹുമാനം. അപ്പോൾ ഇതിൻ്റെ പടത്തിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് തന്നെ എടുത്ത് പറയാനുള്ളത് ഡയറക്ടറുടെ കാര്യമാണ്. ധനഞ്ജയ് ശങ്കറിൻ്റെ ആള് നന്നായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഡയറക്ഷൻ കിടുവായിൽ പടം നമുക്ക് ഒരു മൊമെന്റിൽ ബോറടിക്കുക അങ്ങനത്തെ സംഭവമാണ്. ഫുൾ എൻ്റർടൈനിങ് ആണ്. അത് ഒരു പക്ക ഫാൻസിന് പറ്റിയൊരു പടമാണ്. ദിലീപ് ഫാൻസിന് പറ്റിയൊരു പടമാണത്. ഇപ്പോൾ ദിലീപും മോഹൻലാലും രണ്ടുപേരും കുറിച്ച് പറയണ്ടല്ലോ. രണ്ടുപേരും ഫാൻസ് നന്നായിട്ട് ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ഞങ്ങൾ നിന്നിട്ടാണ് കണ്ടത്. അതായത് നമുക്ക് ഇരിക്കാനായിട്ടൊരു ഇത് കിട്ടില്ല. ഈ ഫാൻസൊക്കെ കൂടി ഒച്ചയും ബഹളമൊക്കെ എടുത്തിട്ട് എന്നിട്ട് നമുക്ക് ഇരുന്ന് കാണാൻ പറ്റുള്ളൂ. എല്ലാവരും നിന്നിട്ട് അവിടെ ഒച്ചയും ബഹളമായിട്ട് നമുക്ക് അങ്ങനെ നിന്ന് കാണേണ്ട അവസ്ഥയായിരുന്നു. പിന്നെ അതുപോലെ ഞാൻ അങ്ങനെ ഇന്ന ആളുടെ ഒരു ഫാൻ എന്നൊന്നുമില്ല. ഞാൻ നല്ല പടങ്ങളുടെ ഒരു ആരാധകനാണ്. അപ്പോൾ ഞാനടക്കം ഒച്ചെടുത്തിട്ട് ഭയങ്കര ആഘോഷത്തിൽ ഞാനും ഈ പടം കണ്ടത്. നല്ല പടമാണ്. മ്യൂസിക്കൊക്കെ നല്ല രീതിയിൽ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിൽ മറ്റേ പഴയ സോങ്ങുകളൊക്കെ എടുത്തിട്ടില്ല. മറ്റേ ഇപ്പോൾ സോണ പാട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒക്കെ ബീറ്റും കാര്യങ്ങളും പിന്നെ ഫൈറ്റ് സീക്വൻസിലെ ബീജിയമും കാര്യങ്ങളെല്ലാതും നല്ല രീതിയിൽ തന്നെ ഗോപി സുന്ദർ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സ്ക്രിപ്റ്റിങ്, അതായത് ഫഹീമും നൂറിനും അവർ നന്നായിട്ട് എഫർട്ട് എടുത്തിട്ടുണ്ട്. നല്ല ഒരു സ്ക്രിപ്റ്റും കാര്യങ്ങളാണ്. പിന്നെ ഇതിൽ ബാക്ക് സ്റ്റോറി ഒക്കെ ആയിട്ട് കാണിക്കണ, അതായത് ദിലീപിൻ്റെ ബാക്ക് സ്റ്റോറി ആയിട്ട് കുറച്ച് ഇമോഷണൽ സാധനങ്ങൾ കാണിക്കുന്നുണ്ട്. അതൊക്കെ നല്ല കണക്റ്റഡ് ആണ്. അതെനിക്ക് പേഴ്സണലി നല്ല കണക്റ്റഡ് ആണ്. പിന്നെ ദിലീപ്, മോഹൻലാൽ, ബാലു, പിന്നെ വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ, പിന്നെ മറ്റേ ദേവൻ, ഇവരൊക്കെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ദിലീപിൻ്റെ ആണെന്നുണ്ടെങ്കിൽ അഭിനയം പറയാനില്ലല്ലോ, നല്ല ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ആണ്. പിന്നെ അതല്ല ആളുടെ കോമഡി, കുറേ മുന്നത്തെ 2-3 പടത്തിൽ കോമഡി ഭയങ്കര ഷോക്കായി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറച്ചിലുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ മറുപടി ആയിട്ട് ഇതിൽ നമുക്ക് എന്തോന്ന് എന്നൊക്കെ പറയാനായിട്ട് പറ്റിയ സാധനങ്ങളല്ല. നമുക്ക് ഞാൻ നന്നായിട്ട് പേഴ്സണലി നന്നായിട്ട് ചിരിച്ചു. എനിക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ കോമഡി കാര്യങ്ങളൊക്കെ നമുക്കറിയില്ല. അപ്പോൾ ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു പടം. പിന്നെ മോഹൻലാലിൻ്റെ ഇൻട്രോ ഒക്കെ ഒരു രക്ഷയില്ല, സീൻ സാധനമാണ്. അതിൻ്റെ ഇടയിൽ തന്നെ BGM ആയാലും നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് സാധനം. അപ്പോൾ മോഹൻലാലിന് ആവശ്യമുള്ളിടത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ. അതായത് എന്താ പറയുക, അതായത് മോശമാക്കിയിട്ടില്ല, കുറ്റം പറയാനൊന്നുമില്ല. നല്ല രീതിയിൽ നല്ല സംഭവമുണ്ട്. ബാലുവിൻ്റെ ഒക്കെ ഒരു സ്റ്റണ്ട് സീനുണ്ട്. അതൊക്കെ നന്നായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ഞാൻ അധികം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പോയിലറാവും. നിങ്ങൾ പോയിട്ട് എന്തായാലും കാണാം നല്ല രീതിയിൽ. ഇത് പിന്നെ പക്ക ഒരു ഫാൻസിന് പറ്റിയ പടമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ എല്ലാം കൊണ്ടും ഓവറോൾ സൂപ്പർ. അതായത് ഇതൊക്കെ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് ഞാൻ പറയുന്നത് കേട്ടോ. എല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് മാക്സിമം കാണാൻ നോക്കുക. പിന്നെ കുറേ നെഗറ്റീവ് കമൻറ്റും കാര്യങ്ങളൊക്കെ ആൾക്കാരെ വരും, എനിക്ക് അറിയില്ല. ഞാൻ ഫസ്റ്റ് ഷോ പോയി കണ്ടാരണം ഞാൻ അതൊന്നും കണ്ടിട്ടില്ല. ഇനി ദിലീപിൻ്റെ പടമായതുകൊണ്ട് കുറേ പേര് നെഗറ്റീവ് പറഞ്ഞിട്ട് തളർത്താനായിട്ട് കുറേ ഇറങ്ങിയിട്ടുണ്ടാവും. അവരൊന്നും മൈൻഡ് ചെയ്യാണ്ട് നിങ്ങൾ പോയി പടം കാണാം. ഇപ്പോൾ ദിലീപിനോടുള്ള ദേഷ്യം, മോഹൻലാലിനോടുള്ള ദേഷ്യം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കാണാം. അതായത് പടമായിട്ട് കാണും. അപ്പോൾ നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ കണ്ട് മാക്സിമം എൻജോയ് ചെയ്യും.
നല്ലൊരു പടമാണ്. ആരും ഓരോ നെഗറ്റീവ് പറഞ്ഞിട്ട് കളയില്ല. അതിൻ്റെ ബാക്കിൽ കുറേ പേരുടെ എഫർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ മാനിച്ചിട്ട് എല്ലാവരും തിയേറ്ററിൽ പോയി കാണാം. എല്ലാം നന്നായിട്ട് നടക്കട്ടെ. എന്തായാലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് പറഞ്ഞ് അറിയിക്കുക. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഇത് ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഒന്ന് സെറ്റ് ചെയ്തതാണേ. അപ്പോൾ അങ്ങനെ, അപ്പോൾ ഓക്കെ, ബൈ.